ഓക്കെ. അപ്പോൾ വോക്കൽ കംപ്രസ് ചെയ്യാനുള്ളൊരു ക്ലാസിക് മെത്തേഡാണ് ഈ 1176ഉം LA-2A യൂസ് ചെയ്തിട്ടുള്ള 1176 ടു LA-2A അല്ലെങ്കിൽ LA-2A to 1176. അത് സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില പ്രിഫറൻസ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. സോ ഈ കംപ്രഷൻ ടെക്നിക്കിൻ്റെ ബേസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LA-2A കംപ്രസർ നിങ്ങൾക്കറിയാം, ഒപ്റ്റിക്കൽ കംപ്രഷനാണ്. അതിനകത്ത് പീക്കുകൾ ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് ഈ പീക്കുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് അറ്റാക്ക് റിലീസിൽ കൺട്രോളും ഇല്ല, ഭയങ്കര സ്ലോ ആണ്. പക്ഷെ ഭയങ്കര വാമായിട്ട് സ്മൂത്തായിട്ടുള്ള കംപ്രഷൻ കിട്ടാൻ LA-2 ബെസ്റ്റാണ്. പക്ഷേ 1176 ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷെ അത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഭയങ്കര അഗ്രസീവ്, കുറച്ചും കൂടി ഒരു ഹാർഷ് ടൊണാലിറ്റിയും കാര്യങ്ങളും വരും. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ യൂസ് ചെയ്യലാണ് ഈ മെത്തേഡിൻ്റെ ഉദ്ദേശം. സോ ഒരു വോക്കൽ കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പീക്കുകളൊക്കെ ആദ്യം ഈ 1176 വെച്ചിട്ട് ഫാസ്റ്റ് അറ്റാക്ക് വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടോട്ടലായിട്ടുള്ള ലെവനിങ് അപ്പ് അല്ലെങ്കിൽ ആ റൗണ്ടിങ് ഔട്ട് LA-2 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. സോ ഇത് കാപ്പി സമൂസ എന്ന ബാൻഡിൻ്റെ തന്നെ സ്കാഡ് എന്ന് തന്നെ സോങ്ങാണിത്. അപ്പോൾ ഇതിൻ്റെ വോക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ അവിടെയും ഇവിടെയും ചെറിയ പീക്കുകളുണ്ട്. മെയിനായിട്ട് ഇവിടെ വോക്കൽ ഇനിയുണ്ട്, പക്ഷേ ഈ ഭാഗത്തൊരു എക്സാമ്പിളാക്കി എടുക്കാം. അത്ര നല്ല എക്സാമ്പിൾ അല്ല ഇത്, പക്ഷേ ഇതെടുക്കാം. അപ്പോൾ തൽക്കാലം വേറെ തപ്പാൻ എനിക്ക് വയ്യ. ഓക്കെ. അപ്പോൾ ആദ്യം 1176, അതിനുശേഷം LA-2A അങ്ങനെ പോകണം. അപ്പോൾ ഞാൻ തൽക്കാലം LA-2A ഓഫാക്കിയിടാം. 1176 ഫുൾ റീസെറ്റാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീക്ക് മാത്രം ക്യാച്ച് ചെയ്യണ പോലെ 1176 നമുക്ക് സെറ്റ് ചെയ്യാം. You're here 'cause I'm next still brighter. You're here 'cause I'm next still. You forgot to know your promises. Couldn't you give love another chance? And you forgot to know your promises. Couldn't you give love another chance? And I'm left here scarred. You've torn my life apart. You fixed me up, you broke me down, and now I'm left here. You're here 'cause I'm next still brighter red. Scratches from your nails still bleed. You're here 'cause I'm next still brighter red. Scratches from your nails still bleed. You don't want me in your life and you forgot to know your promises. Couldn't you give love another chance? And you forgot to know your promises. Couldn't you give love another chance? And ഓക്കെ. അപ്പോൾ കംപ്രഷൻ്റെ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ജസ്റ്റ് ഇങ്ങനത്തെ പീക്ക് വരാത്ത സിറ്റുവേഷനിൽ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നേ ഉള്ളൂ. ഈ പീക്കുകൾ വരുമ്പോൾ മാത്രമേ കംപ്രഷൻ ആക്ച്വലി മെയിനായിട്ട് നടക്കുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചാൽ have you forgot to know your promises? Couldn't you give love another chance? And I'm left here scarred. സോ പീക്കുകളിൽ മാത്രമേ ഇപ്പോൾ അഫക്റ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ പീക്കുകൾക്കൊരു കംപ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ടുള്ള ലെവലിങ്ങും റൗണ്ടിങ്ങും LA-2 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ റേഷ്യോ 8:1 ആക്കാം. റിലീസ് ഇപ്പോൾ ഇച്ചിരി ഫാസ്റ്റ് സൈഡിലേക്കാണ്. അറ്റാക്ക് ഓൾമോസ്റ്റ് mid-4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. Have you forgot to know your promises? Couldn't you give love another chance? And I'm left here scarred. You've torn my life apart. You fixed me up, you broke me down, and now I'm left here scarred. സോ ഇനി LA-2A യൂസ് ചെയ്യുക. അതിന് ശേഷം 1176 കഴിഞ്ഞതിന് ശേഷം LA-2A ഞാൻ മറ്റേ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആകെ ഈ നോബിൽ മാത്രമാണ് കാര്യമുള്ളത്. സോ പീക്ക് റിഡക്ഷൻ നമുക്ക് ആവശ്യമുള്ള പീക്ക് റിഡക്ഷൻ ഇത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. You're here 'cause I'm next still brighter red. Scratches from your nails still bleed. You don't want me in your life anymore. You just wanna leave. You said the answer is so simple. You said we just don't work. Have you forgot to know your promises? Couldn't you give love another chance? And I'm left here scarred.
You've torn my life apart. You fixed me up, you broke me down, and now I'm left here, scarred. ഒരിത്തിരി മേക്കപ്പ് ഗെയിനും കൂടി കൊടുത്താൽ Your ink is on my neck, still bright red. Scratches from your nails still bleed. You don't want me in your life anymore, you just wanna leave. You said the answer is so simple. You said we just don't work. Have you forgotten all your promises? Couldn't you give love another chance? And I'm left. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. ആക്ച്വലി കംപ്രസ് ചെയ്യുമ്പോൾ സോങ്ങിൻ്റെ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻ്റൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇതേമാതിരി സോളോ ചെയ്തിട്ട് ഫുൾ ടൈം കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം തോന്നില്ല. ആക്ച്വലി ഫുൾ ഇൻസ്ട്രുമെൻ്റൽ വെച്ചിട്ട് എത്ര കംപ്രഷൻ വേണമെന്ന് അപ്പോഴാണ് തീരുമാനിക്കുക. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള വാല്യൂ ഇട്ട് ചെയ്യുകയാണ്. സോ കംപ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും കംപ്രസ് ചെയ്യുമ്പോൾ എന്നല്ല ചെയ്യുമ്പോൾ എല്ലാ ഡിസിഷൻസ് ഫുൾ മിക്സിൽ ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചുമ്മാ എക്സാമ്പിൾ കാണിച്ചതാണ്. സോ അതാണ് ഈ ടെക്നിക്ക് 1176ഉം LA-2A തമ്മിൽ യൂസ് ചെയ്യണത്. ചിലവർക്ക് ഇത് LA-2A കഴിഞ്ഞിട്ട് 1176 ചെയ്യാനും ഇഷ്ടമുണ്ട്. ചിലവർക്ക് 1176 കഴിഞ്ഞിട്ട് LA-2Aയിൽ പാസ് ചെയ്യാനും ഇഷ്ടം. എനിക്ക് കുറച്ചും കൂടി ലോജിക്കലായിട്ട് തോന്നുന്നത് ആദ്യം പീക്കുകൾ കൺട്രോൾ ചെയ്തതിന് ശേഷം ലെവൽ ഔട്ട് ചെയ്യാനാണ്. പക്ഷേ ഓരോരുത്തരുടെ പ്രിഫറൻസാണ്. അപ്പോൾ അതാണ് അത്. അപ്പം എന്നാൽ ശരി.